ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വോട്ടെടുപ്പിന് 21 ദിവസം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാജ്യത്തുടനീളം ഗതാഗത ആവശ്യങ്ങൾക്കായുള്ള CNG, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള PNG എന്നിവയുടെ 100% വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച 3 വയസ്സുള്ള കുട്ടി മരിച്ചു. പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. വാർത്തകൾ വിശദമായി. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 21 ദിവസം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രികകൾ പൊതു അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. റമദാൻ പ്രമാണിച്ച് നാളെ പൊതു അവധി ആയതിനാൽ പത്രികകൾ സ്വീകരിക്കില്ല. പത്രികാ സമർപ്പണത്തിന് പരിമിതമായ സമയം മാത്രമേ ലഭ്യമാകൂ എന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിലാണ് പത്രിക സമർപ്പിച്ചത്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആനന്ദവല്ലീശ്വരം ക്ഷേത്ര മൈതാനത്ത് നിന്നും പ്രവർത്തകരോടൊപ്പം പ്രകടനവുമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. തൃശൂർ ജില്ലയിലെ മണലൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി TN പ്രതാപനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39 സ്ഥാനാർത്ഥികളുടെ 2ാം ഘട്ട പട്ടിക പുറത്തിറക്കി BJP. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. ധർമ്മടം മണ്ഡലത്തിൽ K രഞ്ജിത്താണ് ഇത്തവണ ജനവിധി തേടുന്നത്. മഞ്ചേരിയിൽ പത്മശ്രീ M-ഉം കുണ്ടറയിൽ റോബിൻ രാധാകൃഷ്ണനും മത്സരിക്കും. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലപ്പുഴ RDO ഷമീർ കിഷൻ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവരിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചിട്ടുള്ളവർ പോളിംഗ് സ്റ്റേഷനിൽ അത് ഹാജരാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം വിശദമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. വോട്ടർമാർക്കുള്ള ഫോട്ടോ തിരിച്ചറിയൽ കാർഡുള്ളവർ പോളിംഗ് സ്റ്റേഷനിൽ അത് ഹാജരാക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഹാജരാക്കാൻ സാധിക്കാതെ വരുന്നവർ നിർദ്ദേശിച്ചിട്ടുള്ള ഫോട്ടോ തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാലും മതിയാകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടർ തിരിച്ചറിയൽ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളിൽ വളരെ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവ അവഗണിക്കാം. മറ്റൊരു നിയോജക മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നൽകിയ വോട്ടർ തിരിച്ചറിയൽ കാർഡുമായാണ് വോട്ടർ എത്തുന്നതെങ്കിലും അത്തരം കാർഡുകൾ തിരിച്ചറിയലിനായി ഉപയോഗിക്കാം. എന്നാൽ വോട്ട് ചെയ്യാൻ എത്തുന്ന സ്റ്റേഷനിലെ പട്ടികയിൽ ഈ വ്യക്തിയുടെ പേര് ഉണ്ടായിരിക്കണം. ഫോട്ടോയിലെ വ്യത്യാസമോ മറ്റെന്തെങ്കിലും കൊണ്ടോ തിരിച്ചറിയൽ സാധ്യമാകാതെ വന്നാൽ വോട്ടർ പകരം എന്തെങ്കിലും ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കണം. പ്രവാസി വോട്ടർമാർ തങ്ങളുടെ ഒറിജിനൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹാജരാക്കണം എന്നും വ്യവസ്ഥയുണ്ട്. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരായവർ തപാൽ വോട്ടിന് 21 വരെ അപേക്ഷിക്കണം. ഫോം പൂരിപ്പിച്ച് 21 മുമ്പായി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം. പ്രധാന മുന്നണികൾ എല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി. ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിന് ജില്ലാ ഭരണകൂടവും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിലെ EVM, VVPAT മെഷീനുകളുടെ ആദ്യഘട്ട റാൻഡമൈസേഷനാണ് ഇന്ന് നടന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കി. ചട്ടവിരുദ്ധമായി സ്ഥാപിച്ച 700-ലധികം പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കാൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ ഹെൽപ്പ് ലൈൻ ആൻഡ് പരാതി പരിഹാര സെൽ ആരംഭിച്ചതായി നോഡൽ ഓഫീസർ അറിയിച്ചു.
നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യ റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ കളക്ടർ അനുകുമാരിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ നടന്ന റാൻഡമൈസേഷനിൽ ജില്ലയുടെ ചുമതലയുള്ള 3 ജനറൽ ഒബ്സർവർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. ഇടുക്കി, എറണാകുളം ജില്ലയിലെ 1ാം ഘട്ട റാൻഡമൈസേഷനും പൂർത്തിയായിട്ടുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ പൂർത്തിയായി വരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണം സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും പൂർത്തിയായി. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ എത്തിയ പോലീസ് ഒബ്സർവർ സ്വപ്നിൽ മാംഗെയിനിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അപേക്ഷകർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12Dയിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. കേരളത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസം, പുതുച്ചേരി, പശ്ചിമബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിലും പോസ്റ്റൽ ബാലറ്റ് സംവിധാനം സജ്ജീകരിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തുടനീളം ഗതാഗത ആവശ്യങ്ങൾക്കായുള്ള CNG, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള PNG എന്നിവയുടെ 100% വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓൺലൈൻ ബുക്കിംഗ് നിരക്ക് 94% ഉയർന്നതായും പരിഭ്രാന്തി മൂലമുള്ള ബുക്കിംഗുകൾ കുറഞ്ഞതായും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. The domestic consumption is a priority and government will review looking into the situation. A control order, the supplies to the domestic consumers has been prioritized and that is still the case as on today. For others also the LNG is available. Those who want can contact GAIL or the marketing divisions of Indian Oil Corporation. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച 3 വയസ്സുള്ള കുട്ടി മരിച്ചു. പെരുവയിൽ സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പ്രദേശത്ത് കിണറുകളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ജനങ്ങളിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. ഏകദേശം 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി എത്തിയത്. ചേത്ര താലൂക്കിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിലാണ് ഇപ്പോൾ പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശനിയാഴ്ച ഈ പ്രദേശത്ത് കള്ളിംഗ് ജോലി നടക്കും. രോഗം കണ്ടെത്തിയ സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ 5961 പക്ഷികളെ കൊന്നൊടുക്കും. ശബരിമല സ്വർണ്ണാഭരണ കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. സ്വാഭാവിക ജാമ്യമാണ് പ്രതികൾക്ക് ലഭിച്ചത്. ഇതോടെ കേസിൽ പ്രതികളായ 10 പേർ ജാമ്യം നേടി. KP ശങ്കരദാസും N വിജയകുമാർ മാത്രമാണ് ഇനി റിമാൻഡിൽ അവശേഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വോട്ടെടുപ്പിന് 21 ദിവസം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാജ്യത്തുടനീളം ഗതാഗത ആവശ്യങ്ങൾക്കായുള്ള CNG, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള PNG എന്നിവയുടെ 100% വിതരണം ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച 3 വയസ്സുള്ള കുട്ടി മരിച്ചു. പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടം. ശബരിമല സ്വർണ്ണാഭരണ കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.